Hi friends, welcome to my channel Taste of Italy with Meera. സുന്ദരമായ ഈ ഇറ്റലിയിൽ ഒരുപാട് രുചിഭേദങ്ങളുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടതും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുമായ അല്പം ഇറ്റാലിയൻ രുചിക്കൂട്ടുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിനും ഷെയർ ചെയ്യുന്നതിനും വേണ്ടിയാണ് ഈ ചാനൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ആദ്യത്തെ ഒരു എപ്പിസോഡാണ്. നിങ്ങളെല്ലാവരും കാണണം, വിലയിരുത്തണം, ഷെയർ ചെയ്യണം, നിർദ്ദേശങ്ങൾ അറിയിക്കുകയും വേണം. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് സൽസീച്ച കൊണ്ടുള്ളതാണ്. സൽസീച്ച എന്ന് പറയുന്നത് ഒരുവിധം പേർക്ക് ഇറ്റലിയിൽ ഇഷ്ടമുള്ള ഒരു വിഭവം തന്നെയാണ്. അത് കൂടുതൽ നമ്മൾ ഉരുളക്കിഴങ്ങ് കൊണ്ട് വെച്ചാണ് കൂടുതൽ ചെയ്യുന്നത്. സൽസീച്ച ഫ്രൈ ചെയ്യും, കോമ്പിനേഷനായിട്ട് ഉരുളക്കിഴങ്ങ് കൂട്ടി കഴിക്കുക. ഞാൻ ഉദ്ദേശിക്കുന്നത് സൽസീച്ച കോൺ ഫജോളി, അതായത് സൽസീച്ചയും പയറും കൊണ്ടാണ് ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എൻ്റെ മക്കള് പയറുവർഗ്ഗങ്ങൾ കഴിക്കാൻ ഇച്ചിരി പുറകോട്ടാണ്. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണത്തോടൊപ്പം ഈ പയറുവർഗ്ഗങ്ങളും കൂടി ചേരുമ്പോൾ രണ്ടിന്റെയും ഗുണവും കിട്ടും, നല്ലൊരു ടേസ്റ്റുമാണ്. നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ? നല്ലൊരു കിടില് റെസിപ്പിയാണ്. അധികം മസാലകളോ എന്നാൽ വയറിന് വേദന വരുന്ന ഒരു സംഭവങ്ങളും ഇതിലില്ല. തികച്ചും ഇറ്റാലിയൻ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇനി അല്പം മസാല ചേർക്കണമെങ്കിൽ ചേർക്കാട്ടോ, ഒരു പ്രശ്നവുമില്ല. അപ്പൊ നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ 6 സൽസീച്ചയാണ് എടുത്തിരിക്കുന്നത്. ഒരു വെളുത്തുള്ളി, പയറ്, ഇത് ടിന്നിൽ വന്ന വെന്ത പയറാണ്, തക്കാളി സൂപ്, ആവശ്യത്തിന് ഉപ്പ്, അല്പം റോസ്മരീനോ. ആവശ്യത്തിന് ഉപ്പ് എന്ന് പറയുന്നത് സൽസീച്ചയും പയറും അത്യാവശ്യം ഉപ്പുള്ളതാണ്. വെന്ത് വന്ന പയറായതുകൊണ്ട് അതിൽ അല്പം ഉപ്പുണ്ട്, സൽസീച്ചയിൽ ഉപ്പുണ്ട്. ഇത് വെന്ത് വന്നിട്ട് വേണമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്താൽ മതി. ഇത് സൽസീച്ച പോർക്കിന്റെ ഇറച്ചിയാണ് ഇതിനകത്ത് വന്നത്. ഇത് പോർക്കിന്റെ ഇറച്ചി അരച്ച് വന്നേക്കുന്നതാണ് ഇതിനകത്ത്. ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി ഫോർക്കേത്ത കൊണ്ട് ഓരോ സൽസീച്ചയുമേ കുത്തി നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കുത്തുമ്പോൾ ഇതിൽ നിന്ന് ഇതിന്റെ കൊഴുപ്പ് പുറത്തേക്ക് ഇറങ്ങുകയും നമ്മ തക്കാളി സൂപ് ചെയ്യുന്നത് അതിനകത്ത് നന്നായിട്ട് ചേരുകയും ചെയ്യും. പിന്നെ ആലിയോ വെളുത്തുള്ളി ഇത്രയും മാത്രം ചെയ്താൽ മതി. തൊണ്ട് കളയണമെങ്കിൽ കളയാം, കളയാതെ അങ്ങനെ തന്നെ ഇടണമെങ്കിൽ ഇടാം. കാരണം ഇവിടെ ചെയ്യുമ്പോൾ തൊണ്ട് കളയാതെ വെച്ചാൽ കൂടുതൽ ഇതിന്റെ ടേസ്റ്റ് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്, തൊണ്ടോടുകൂടെ ചെയ്യുന്നത്. ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്, അതിലൽപ്പം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
നമുക്ക് ഈ സൽസിച്ച ഈ പാനിലേക്ക് ഓരോന്നെ വെച്ചു കൊടുക്കാം. ഞാൻ ഇതിന്റെ സൈഡിൽ കണ്ട കുറച്ച് ഓയിലേ ഒഴിച്ചിട്ടുള്ളൂ. ബാക്കി ഇതിൽ നിന്ന് ഇതിന്റെ കൊഴുപ്പ് ഇറങ്ങിക്കോളും. കൂടുതൽ ഓയിൽ ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ കൊഴുപ്പും കൂടി വരുമ്പോൾ നമുക്കൊരു മട്ടിക്കണ ഒരു ടേസ്റ്റ് വരും. ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി വെച്ചു കൊടുക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തൊണ്ടോട് കൂടിയാണ് വെളുത്തുള്ളി വെക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ സൽസിച്ച ഗോൾഡൻ കളർ ആകുന്നതിന് വേണ്ടി ഗ്യാസ്മ വെച്ചിട്ടുണ്ട്. നമുക്കിത് ഗോൾഡൻ കളർ ആവുന്നവരെയും വെയിറ്റ് ചെയ്യാം. തിരിച്ച് ഓരോ ഭാഗം നമുക്ക് തിരിച്ചും മറിച്ചും ഗോൾഡൻ കളർ ആവുന്നവരെയും വെയിറ്റ് ചെയ്യാം. നമ്മള് ഇപ്പോൾ ആദ്യം തന്നെ ഗോൾഡൻ കളർ ആക്കിയിട്ടാണ് സൂപ്പ് ഒഴിക്കാൻ പാടുള്ളൂ. കാരണം സൂപ്പ് ഒഴിച്ച പിന്നെ ഗോൾഡൻ കളർ ആക്കി എടുക്കാൻ പറ്റൂല. വെള്ളത്തിന്റെ അംശമല്ലേ ചെല്ലുന്നത്. എല്ലാ സൈഡും ഒരേപോലെ ആകുവാൻ നമുക്ക് ശ്രദ്ധിക്കണം. എന്നാലാ ഇതിന് ടേസ്റ്റ് കൂടുതൽ വരുള്ളൂ. ഇതോടൊപ്പം അല്പം റോസ്മരീനോ ഇട്ട് കൊടുക്കാം. റോസ്മരീനോ എന്ന് പറയുന്നത് നാട്ടിൽ റോസ്മേരി എന്ന ഒരു ഇലയില്ലേ, അതാണ് റോസ്മരീനോ എന്ന് പറയുന്നത്. സൽസിച്ച ഏകദേശം ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്കിതിനകത്ത് തക്കാളി സൂപ്പ് ഒഴിച്ചു കൊടുക്കാം. അല്പം വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 20 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഏറ്റവും അവസാനമാണ് നമ്മൾ പയറ് ഇതിനകത്ത് ചേർക്കുന്നത്. കാരണം പയറ് വെന്തതാണല്ലോ. നമുക്ക് ഇത് വേവിച്ചെടുക്കാം. ഇതിന്റെ വേവ് എന്ന് പറയുന്നത് ഏകദേശം 20 മിനിറ്റ് ആണ്. 15 മിനിറ്റ് സൽസിച്ച വെന്തിട്ട് 5 മിനിറ്റ് പയറും കൂടി ഇട്ട് വേവിച്ചു കൊടുക്കാം. ഇപ്പൊ ഏകദേശം 15 മിനിറ്റ് ആയി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതെല്ലാം തിരിച്ചിട്ട് കൊടുത്തിരുന്നു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പയറ് ചേർത്ത് കൊടുക്കാം.
പയറും സൂപും കൂടിയും ചേർന്ന് ഒരു 5 മിനിറ്റോളം കിടന്ന് വേകട്ടെ. അപ്പോൾ ഇതിന്റെ സ്വാദ് പയറിലേക്ക് കിട്ടും. കുട്ടികളായാലും മുതിർന്നവർക്കായാലും പയർ കഴിക്കാൻ മടിയുള്ളവർക്കായാലും ഈ ഒരു ടൈപ്പിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നന്നായിട്ട് കഴിക്കാൻ പറ്റും. ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പൊ ഏകദേശം 5 മിനിറ്റ് ആയി. ഞാൻ പയറ് ഇടുന്നതിന് മുമ്പ് ഇതിനകത്ത് ഉപ്പ് എങ്ങനെയെന്ന് നോക്കിയിരുന്ന് ഒരു തരി പോലും ഉപ്പ് ചേർത്തിട്ടില്ല. കാരണം ഈ 6 സൽസീച്ചയിൽ നിന്നും നല്ലപോലെ ഉപ്പ് ഇറങ്ങി വന്നിട്ടുണ്ട്. അത്യാവശ്യം സൂഗോ നന്നായിട്ട് കുറുകിയും വന്നിട്ടുണ്ട്. നല്ലപോലെ എണ്ണ തെളിയുന്നുമുണ്ട്. ഒരു തുള്ളി ഓയില നമ്മ ഒഴിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇതിന്റെ നെയ്യ് ഊർന്നു പോകുന്നത് എന്താണ്. അപ്പൊ നമ്മുടെ സൽസിച്ച കോൺ ഫജോളി, അതായത് സൽസിച്ചയും പയറും റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ ആയിട്ടുണ്ട്. ഇത് പാനയാണ്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.